നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും നടക്കാത്തതെന്നും എന്നാൽ ചില പ്രത്യേക സമയങ്ങളിൽ എല്ലാം മാന്ത്രികമെന്ന പോലെ ഒത്തുവരുന്നതെന്നും? നമ്മുടെ ജീവിതം വെറുമൊരു യാദൃച്ഛികതയല്ല. നിങ്ങൾ ഒരു ലക്ഷ്യത്തിനായി ആത്മാർത്ഥമായി പരിശ്രമിക്കുമ്പോൾ ആ ലക്ഷ്യം നിങ്ങളിലേക്ക് എത്താറായി എന്ന് കാണിക്കാൻ പ്രപഞ്ചവും നിങ്ങളുടെ ഉപബോധ മനസ്സും ചേർന്ന് ചില നിഗൂഢമായ സിഗ്നലുകൾ നൽകും. ഈ സൂചനകൾ തിരിച്ചറിയുന്നവർക്ക് മാത്രമേ ആ അവസരങ്ങളെ കൃത്യസമയത്ത് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കൂ. പലരും ഈ ലക്ഷണങ്ങളെ വെറും ആകസ്മികതയായി തള്ളിക്കളയുകയാണ് പതിവ്. എന്നാൽ ഇന്ന് ഈ വീഡിയോയിലൂടെ വില്ലേജ് ലൈറ്റ് വെളിപ്പെടുത്താൻ പോകുന്ന 9 അതിശക്തമായ സൂചനകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതീവ താല്പര്യത്തോടും ആവേശത്തോടും കൂടി ഓരോ പോയിന്റും ശ്രദ്ധിക്കുക. ഒന്നാമത്തെ സൂചന നിർബന്ധിത വിടവാങ്ങലുകളും അപ്രതീക്ഷിതമായ അടച്ചുപൂട്ടലുകളുമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചില വ്യക്തികളോ സാഹചര്യങ്ങളോ അപ്രതീക്ഷിതമായി അകന്നു പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വർഷങ്ങളായി കൂടെയുണ്ടായിരുന്ന ഒരു സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഏറെ സ്നേഹിച്ചിരുന്ന ഒരു ജോലിയോ സാഹചര്യമോ ഒരു കാരണവുമില്ലാതെ നിങ്ങളെ വിട്ടുപിരിയുന്നുണ്ടാകാം. സാധാരണഗതിയിൽ നമ്മൾ ഇതിനെ നഷ്ടം എന്ന് വിളിക്കുകയും തകർന്നു പോവുകയും ചെയ്യും. എന്നാൽ ഇതിൻ്റെ പിന്നിലെ മനഃശാസ്ത്രപരമായ സത്യം അതല്ല. ഒരു വലിയ മാളിക പണിയണമെങ്കിൽ അവിടെയുള്ള പഴയതും ദ്രവിച്ചതുമായ കൂര പൊളിച്ചു നീക്കണം. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന വലിയൊരു നേട്ടത്തെ ഉൾക്കൊള്ളാൻ നിങ്ങളുടെ നിലവിലെ സാഹചര്യത്തിന് ശേഷിയില്ലാതെ വരുമ്പോൾ പ്രകൃതി തന്നെ ആ തടസ്സങ്ങളെ നിങ്ങളുടെ പാതയിൽ നിന്ന് നീക്കം ചെയ്യുകയാണ്. ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒറ്റപ്പെടലോ സങ്കടമോ തോന്നാം. പക്ഷേ മനസ്സിലാക്കുക, ഒരു പാത്രം നിറയെ ചെളിവെള്ളമുണ്ടെങ്കിൽ അതിലേക്ക് ശുദ്ധജലം ഒഴിക്കുന്നതിന് മുമ്പ് ആ പഴയ വെള്ളം പുറത്തു കളയണം. നിങ്ങളുടെ ജീവിതത്തിലെ ഈ ശുദ്ധീകരണ പ്രക്രിയ വരാനിരിക്കുന്ന മഹാഭാഗ്യത്തിനിരിക്കാനുള്ള ഇരിപ്പിടം ഒരുക്കുകയാണ് എന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷണമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് വരാനിരിക്കുന്ന വലിയൊരു സമ്മാനത്തിനു വേണ്ടിയുള്ള ഒഴിവിടുകയാണ് എന്ന് തിരിച്ചറിയുക. നഷ്ടപ്പെട്ടതിനെ ഓർത്തല്ല, വരാനിരിക്കുന്ന മഹാമാറ്റത്തെ ഓർത്ത് ആവേശം കൊള്ളേണ്ട സമയമാണിത്. പ്രപഞ്ചം നിങ്ങളെ ശുദ്ധീകരിക്കുകയാണ്. വരാനിരിക്കുന്ന മഹാവിജയത്തിന്റെ ഭാരം താങ്ങാൻ നിങ്ങളെ പ്രാപ്തനാക്കുകയാണ് ഈ പ്രക്രിയയിലൂടെ ചെയ്യുന്നത്. രണ്ടാമത്തെ സൂചന സമാനതകളുടെ നിഗൂഢമായ ആവർത്തനമാണ്. നിങ്ങൾ എവിടെ നോക്കിയാലും നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട നിമിത്തങ്ങൾ ആവർത്തിച്ച് കാണാൻ തുടങ്ങുന്നു. ഇതിനെ വെറും ഒരു യാദൃച്ഛികതയായി തള്ളിക്കളയരുത്. നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ യാദൃച്ഛികമായി നിങ്ങൾ പരിചയപ്പെടുന്നവർ ബിസിനസ്സുകാരെക്കുറിച്ചോ അല്ലെങ്കിൽ ആ മേഖലയിലെ വിജയങ്ങളെക്കുറിച്ചോ സംസാരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടും. പത്രത്തിൽ, സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ റോഡിലെ പരസ്യ ബോർഡുകളിൽ പോലും നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട വാക്കുകളോ ചിത്രങ്ങളോ തെളിഞ്ഞു വരുന്നു. ഇത് നിങ്ങളുടെ മനസ്സിന്റെ റേഡിയോ കൃത്യമായ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ്. നിങ്ങളുടെ മസ്തിഷ്കത്തിലെ റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം സജീവമായി കഴിഞ്ഞു. പ്രപഞ്ചം നിങ്ങളോട് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ ശരിയായ ദിശയിലാണ്, നിന്റെ ലക്ഷ്യം ദാ തൊട്ടു മുന്നിലുണ്ട് എന്ന്. നിങ്ങൾ റേഡിയോയിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ പോലും അത് നിങ്ങളുടെ ആഗ്രഹത്തിന് ഉത്തരം നൽകുന്നത് പോലെ തോന്നും. ഈ അടയാളങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പോലെ ആവേശമുണ്ടാവണം. കാരണം നിങ്ങളുടെ ചിന്തകളും യാഥാർത്ഥ്യവും തമ്മിലുള്ള ദൂരം സെക്കൻഡുകൾ മാത്രമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സ് പുറം ലോകത്തെ അടയാളങ്ങളുമായി സംവദിച്ചു തുടങ്ങുന്ന ഈ ഘട്ടം ആഗ്രഹം യാഥാർത്ഥ്യമാകുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. മൂന്നാമത്തെ സൂചന കൊടുങ്കാറ്റുകൾക്കിടയിലെ അസാധാരണമായ ആന്തരിക ശാന്തതയാണ്. ചുറ്റിലും പ്രശ്നങ്ങളുടെ പെരുമഴ പെയ്യുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒരു അത്ഭുതകരമായ ശാന്തത അനുഭവപ്പെടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലോജിക്ക് അനുസരിച്ച് നോക്കിയാൽ നിങ്ങളിപ്പോൾ ടെൻഷൻ അടിക്കേണ്ട സമയമാണ്. പക്ഷേ നിങ്ങളുടെ മനസ്സ് ഒരു കടൽ പോലെ ശാന്തമാണ്. ഇതിനെ നിശബ്ദമായ ആത്മവിശ്വാസം എന്ന് വിളിക്കാം. എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല, നല്ലത് വരാനിരിക്കുന്നു എന്നൊരു ഉറപ്പ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആരോ മന്ത്രിക്കുന്നത് പോലെ തോന്നും. ഈ അവസ്ഥയിൽ നിങ്ങൾ ഫലത്തെക്കുറിച്ച് ആകുലപ്പെടില്ല. കാരണം ആ വിജയം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങിക്കഴിഞ്ഞു എന്ന്
നിങ്ങളുടെ ഉപബോധ മനസ്സ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ ശാന്തത ഒരു ചെറിയ കാര്യമല്ല. ഇത് നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നതിന് തൊട്ടു മുൻപ് ലഭിക്കുന്ന ഏറ്റവും വലിയ മനഃശാസ്ത്രപരമായ സൂചനയാണ്. ഈ പോസിറ്റീവ് എനർജി നിങ്ങളെ ഒരു കാന്തമായി മാറ്റുന്നു. ഇത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെ വേഗത്തിൽ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ സഹായിക്കും. മറ്റുള്ളവർ പരിഭ്രമിക്കുമ്പോൾ നിങ്ങൾ പുഞ്ചിരിക്കാൻ തുടങ്ങുന്നത് നിങ്ങളുടെ വിജയം ഉറപ്പായി എന്നതിൻ്റെ വിളംബരമാണ്. സാധാരണക്കാരൻ പ്രതിസന്ധികളിൽ തളരുമ്പോൾ വരാനിരിക്കുന്ന ഭാഗ്യത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയുന്ന മനസ്സ് അതീവ സമാധാനത്തോടെയിരിക്കും. ഈ പക്വതയാണ് നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള അവസാന ചവിട്ടുപടി. നാലാമത്തെ സൂചന വ്യക്തിത്വത്തിൽ വരുന്ന വിപ്ലവകരമായ മാറ്റങ്ങളാണ്. പെട്ടെന്നൊരു ദിവസം നിങ്ങൾക്ക് തോന്നും, എനിക്ക് പഴയതുപോലെ ഇരിക്കാൻ കഴിയില്ല എന്ന്. നിങ്ങളുടെ വസ്ത്രധാരണ രീതി, സംസാരം, സൗഹൃദങ്ങൾ എന്നിവയിൽ മാറ്റം വരുത്താൻ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ചുറ്റുമുള്ള പരിസ്ഥിതിയിൽ മാറ്റം വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കും. നിങ്ങളുടെ മുറിയിലെ സാധനങ്ങൾ അടുക്കി വയ്ക്കാനും ആവശ്യമില്ലാത്തവ കളയാനും നിങ്ങൾ ആവേശം കാണിക്കും. ഇത് സത്യത്തിൽ നിങ്ങളുടെ പഴയ പതിപ്പില്ലാതാക്കുകയും പുതിയൊരു വിജയിയുടെ രൂപം നിങ്ങളിൽ ജനിക്കുകയും ചെയ്യുന്നതാണ്. ഒരു ചിത്രശലഭം അതിൻ്റെ സമാധി അവസ്ഥയിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് കാണിക്കുന്ന ആ അവസ്ഥയാണിത്. ഈ ആവേശം ഉൾക്കൊള്ളുക. നിങ്ങളുടെ ജീവിതശൈലിയിൽ വരുന്ന ഈ ചെറിയ മാറ്റങ്ങൾ വരാനിരിക്കുന്ന വലിയൊരു സാമ്രാജ്യത്തിൻ്റെ അടിത്തറയാണ്. നിങ്ങൾ സ്വയം നവീകരിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അപ്ഡേറ്റ് വരാൻ പോകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. നിങ്ങൾ സ്വയം സ്നേഹിക്കാനും ശ്രദ്ധിക്കാനും തുടങ്ങുന്നതോടെ നിങ്ങളുടെ ഊർജ്ജനില വർദ്ധിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹം സഫലമാകുമ്പോൾ നിങ്ങൾ എങ്ങനെയുള്ള ഒരു വ്യക്തി ആയിരിക്കണമോ ആ വ്യക്തിത്വത്തിലേക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ മാറിയിരിക്കുന്നു. ഇത് വിജയത്തിൻ്റെ പ്രവേശന കവാടമാണ്. അഞ്ചാമത്തെ സൂചന തടസ്സമില്ലാതെ തുറക്കപ്പെടുന്ന അപ്രതീക്ഷിത വാതിലുകളാണ്. ഇത്രയും കാലം നിങ്ങൾ മുട്ടിയിട്ടും തുറക്കാത്ത വാതിലുകൾ ഇപ്പോൾ തനിയെ തുറക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കാൻ കഴിയുന്ന വ്യക്തികളെ നിങ്ങൾ യാദൃച്ഛികമായി കണ്ടുമുട്ടുന്നു. കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നടക്കുന്നു. ഇതിനെ ഫ്ലോ സ്റ്റേറ്റ് എന്ന് വിളിക്കാം. നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ താളത്തിനൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു വഴി അടയുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മറ്റൊരു വഴിയിലൂടെ വെളിച്ചം കടന്നു വരുന്നു. ഈ ഘട്ടത്തിൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഇത്രയും കാലം ഞാൻ എന്തിനായിരുന്നു കഷ്ടപ്പെട്ടത്? കാര്യങ്ങൾ ഇത്ര ലളിതമായിരുന്നോ? ഈ ലാളിത്യമാണ് വിജയത്തിൻ്റെ ലക്ഷണം. കാര്യങ്ങൾ തനിയെ ഒത്തുവരികയും തടസ്സങ്ങൾ വഴിമാറുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, വലിയൊരു ശക്തി നിങ്ങൾക്ക് വേണ്ടി തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ഒരു നദിയിൽ ഒഴുകുന്നത് പോലെ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. യാതൊരു സമ്മർദ്ദവുമില്ലാതെ കാര്യങ്ങൾ വിജയത്തിലേക്ക് നീങ്ങുന്നത് നിങ്ങൾ കൺമുന്നിൽ കാണും. ഭാഗ്യം നിങ്ങളെ തേടി വരികയല്ല, ഭാഗ്യം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന നിമിഷമാണിത്. ആറാമത്തെ സൂചന ശക്തമായ ആന്തരിക പ്രേരണകളും അന്തർജ്ഞാനവുമാണ്. നിങ്ങളുടെ യുക്തിക്കും ബുദ്ധിക്കും നിരക്കാത്ത ചില കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് ആവശ്യപ്പെടും. ഇന്ന് ആ വ്യക്തിയെ ഒന്ന് വിളിക്കണം, ഇന്ന് ആ വഴിക്കൊന്ന് പോയി നോക്കണം എന്നിങ്ങനെയുള്ള കൊച്ചു കൊച്ചു തോന്നലുകൾ. എന്നാൽ ഈ തോന്നലുകൾക്ക് പിന്നിൽ വലിയൊരു പ്ലാൻ ഉണ്ടായിരിക്കും. നിങ്ങൾ ആ തോന്നലനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിലേക്കുള്ള ഒരു വലിയ കണ്ണിയാണ് അവിടെ വെച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ആന്തരിക പ്രേരണകളെ ഒരിക്കലും അവഗണിക്കരുത്. ഇത് നിങ്ങളുടെ ഉള്ളിലെ GPS ആണ്. ലോജിക്ക് നോക്കാതെ നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കാൻ തുടങ്ങുന്ന നിമിഷം നിങ്ങൾ അത്ഭുതകരമായ ഫലങ്ങൾ കാണാൻ തുടങ്ങും. ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ മനസ്സിൻ്റെ ആ ശബ്ദത്തെ പിന്തുടരുക. കാരണം അത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള എളുപ്പവഴിയാണ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ഉപബോധ മനസ്സ് നേരത്തെ തന്നെ വിജയത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കി കഴിഞ്ഞു. അത് നൽകുന്ന ഈ സിഗ്നലുകൾ കൃത്യമായി പിന്തുടർന്നാൽ നിങ്ങൾ ലക്ഷ്യത്തിലെത്താൻ അധികം സമയമെടുക്കുകയില്ല. ബുദ്ധിക്കപ്പുറത്തുള്ള ഈ അറിവാണ് പല മഹാന്മാരെയും വലിയ വിജയങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഏഴാമത്തെ സൂചന ഏകാന്തതയിലെ ആനന്ദവും ഊർജം സംഭരിക്കലുമാണ്. നിങ്ങൾ കൂടുതൽ സമയം ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു. ആൾക്കൂട്ടങ്ങളും ബഹളങ്ങളും നിങ്ങൾക്ക് അരോചകമായി തോന്നുന്നു. ഇത് ഒറ്റപ്പെടലല്ല, മറിച്ച് നിങ്ങളുടെ ആന്തരിക ഊർജം റീചാർജ് ചെയ്യുന്ന പ്രക്രിയയാണ്. ഈ ഏകാന്തതയിൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി സ്വപ്നം കാണുന്നു. നിങ്ങളുടെ മനസ്സ് വെറുതെ ഇരിക്കുകയല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ ഉത്തരവാദിത്തങ്ങളെയും വിജയങ്ങളെയും കൈകാര്യം ചെയ്യാൻ സ്വയം തയ്യാറെടുക്കുകയാണ്. ഈ ഘട്ടത്തിൽ നിങ്ങൾ സ്വയം സ്നേഹിക്കാൻ തുടങ്ങും.
മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ സ്വന്തം വില തിരിച്ചറിയും. ഈ സ്വയം ബോധ്യം നിങ്ങളുടെ ആഗ്രഹങ്ങളെ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കും. ഈ നിശബ്ദതയിൽ നിന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയങ്ങൾ ജനിക്കാൻ പോകുന്നത്. നിങ്ങളുടെ മനസ്സിപ്പോൾ ഒരു ശാന്തമായ തടാകം പോലെയാണ്. അതിൽ വീഴുന്ന ഏതൊരു ചിന്തയും വലിയ ഓളങ്ങൾ സൃഷ്ടിക്കും. ഏകാന്തതയിൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യവുമായി പ്രണയത്തിലാവുകയാണ്. ആ ആഴത്തിലുള്ള ബന്ധം നിങ്ങളുടെ ആഗ്രഹത്തെ ഭൂമിയിലേക്ക് വലിച്ചെടുപ്പിക്കും. 8ാമത്തെ സൂചന സ്വപ്നങ്ങളിലെ വ്യക്തതയും അത്ഭുതകരമായ അനുഭൂതിയുമാണ്. നിങ്ങളുടെ ഉറക്കവും സ്വപ്നങ്ങളും പുതിയൊരു തലത്തിലേക്ക് മാറുന്നു. വെറുമൊരു അവ്യക്തമായ സ്വപ്നങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ ആഗ്രഹം സഫലമായതുപോലെയും നിങ്ങൾ ആ വലിയ വിജയം ആഘോഷിക്കുന്നത് പോലെയുമുള്ള അതീവ വ്യക്തമായ സ്വപ്നങ്ങൾ നിങ്ങൾ കാണാൻ തുടങ്ങും. ഈ സ്വപ്നങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗന്ധം, സ്പർശനം, വികാരം എന്നിവയെല്ലാം യഥാർത്ഥമാണെന്ന് നിങ്ങൾക്ക് തോന്നും. ഉറക്കമുണരുമ്പോൾ ഒരു വലിയ സന്തോഷവും ആവേശവും നിങ്ങളിൽ നിറയും. നിങ്ങളുടെ ഉപബോധ മനസ്സ് ഇതിനകം തന്നെ ആ വിജയം സ്വന്തമാക്കി കഴിഞ്ഞു എന്നതിൻ്റെ ഗ്യാരണ്ടിയാണിത്. നിങ്ങളുടെ ഉള്ളിലെ ലോകത്ത് ആഗ്രഹം സഫലമായി കഴിഞ്ഞാൽ പുറം ലോകത്ത് അത് സംഭവിക്കാൻ ഇനി അധികം സമയമില്ല. ഈ സ്വപ്നങ്ങൾ നിങ്ങളുടെ ആഗ്രഹം യാഥാർത്ഥ്യത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നതിൻ്റെ അവസാന മിനുക്കുപണികളാണ്. രാത്രിയിലെ സ്വപ്നങ്ങൾ നിങ്ങളുടെ പകൽ ജീവിതത്തിലെ യാഥാർത്ഥ്യമായി മാറുന്ന വിസ്മയം നിങ്ങൾ ഉടൻ അനുഭവിക്കും. സ്വപ്നത്തിൽ കാണുന്ന ആ ദൃശ്യങ്ങൾ നിങ്ങളുടെ കരിയറിലെ മാറ്റങ്ങളെയോ വ്യക്തിജീവിതത്തിലെ വലിയ നേട്ടങ്ങളെയോ സൂചിപ്പിക്കുന്നവയായിരിക്കും. അവയെ കൃത്യമായി ഓർത്തെടുക്കാൻ ശ്രമിക്കുക. 9ാമത്തെ സൂചന അർഹതയുണ്ട് എന്ന പൂർണ്ണമായ ബോധ്യമാണ്. ഇതാണ് ഏറ്റവും അവസാനത്തെയും അതിശക്തവുമായ സൂചന. എനിക്കിത് കിട്ടുമോ എന്ന ചോദ്യത്തിന് ഇനി നിങ്ങളുടെ മനസ്സിൽ സ്ഥാനമില്ല. പകരം ഇതെനിക്കുള്ളതാണ്, ഇത് എനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന ഉറച്ച ബോധ്യം നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും നിറയും. ആരോടും മത്സരിക്കാനില്ല, ആരോടും തെളിയിക്കാനുമില്ല, മറിച്ച് സ്വന്തം ഉള്ളിൽ തോന്നുന്ന ആത്മവിശ്വാസം ഒരു ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനം കൊറിയറിൽ വരുന്നത് പോലെ ഉറപ്പുള്ളതുപോലെ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളെ തേടി വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പായിരിക്കും. ഈ മാനസികാവസ്ഥയിൽ നിങ്ങൾ ഭയത്തിന് സ്ഥാനമില്ലാതാക്കുന്നു. ഈ ഉറച്ച വിശ്വാസമാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി. ഈ അർഹതാബോധം നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ വിജയം ആഘോഷിക്കാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ തയ്യാറെടുത്തുകൊള്ളുക. നിങ്ങൾ വിജയത്തിനായി കാത്തിരിക്കുകയല്ല, വിജയത്തെ സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. ഈ മാനസികാവസ്ഥയാണ് ഏതൊരു അത്ഭുതത്തെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നത്. സുഹൃത്തുക്കളെ, ഈ 9 സൂചനകൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി എന്ന് വിളിച്ചു പറയുകയാണ്. ഇത് വെറുമൊരു വീഡിയോയല്ല, നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നു എന്നതിൻ്റെ ആധികാരികമായ അടയാളമാണ്. ഈ ഓരോ സൂചനയും നിങ്ങളെ കൂടുതൽ ആവേശഭരിതനാക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആത്മവിശ്വാസം കൈവിടാതെ പൂർണ്ണ ആവേശത്തോടെ നിങ്ങളുടെ കർമ്മപഥത്തിൽ തുടരുക എന്നതാണ്. നിങ്ങൾ അർഹിക്കുന്ന ആ വലിയ വിജയം നിങ്ങളെ തേടിയെത്തിക്കഴിഞ്ഞു. ഈ വീഡിയോ കാണുന്ന നിമിഷം മുതൽ ഒരു പുതിയ മനുഷ്യനായി മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഓരോ സ്വപ്നവും സത്യമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഈ ആവേശം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. നമ്മുടെ ഈ വലിയ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. വിജയത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ നമുക്ക് വീണ്ടും കാണാം. എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.